ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കുകയെന്ന് പറഞ്ഞാൽ ശ്രുതി പറഞ്ഞതൊന്നും സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും വിഷമത്തോടെയാണ് സച്ചി വന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞത്, രേവതിയെ വേദനിപ്പിച്ചത് കൊണ്ടുള്ള വിഷമം കൊണ്ട്. അപ്പോൾ സച്ചി നേരെ ഓടി കയറിയിട്ട് അത് മണ്ഡപത്തിൽ നിൽക്കുന്ന ശ്രുതിയുടെ അടുത്ത് പോയിട്ട് അവിടെ പൂജിച്ച് വെച്ച ആ താലി എടുത്തിട്ട് മാറ്റിയിട്ട് പറയാണ്, നീ എങ്ങനെയാണ് എനിക്ക് കല്യാണം നടത്തുക, നീ എങ്ങനെയാണ് താലി കെട്ടാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ താലി കൈക്കലാക്കിയിരിക്കുകയാണ്. എല്ലാവരും പരക്കെ വിളിക്കുകയാണ്. ശ്രീകാന്ത് വിളിക്കുന്നു ഏട്ടാ എന്ന്. അപ്പോൾ അച്ഛൻ വിളിക്കുന്നു എടാ സച്ചി. അമ്മയും ഓടി വരികയാണ്. എല്ലാവരും പരക്കെ വിളിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ താലി എടുത്തത് കൊണ്ട്. പൂജാരിയും രേവതിയും എല്ലാവരും ഒരുപോലെ പകച്ചു നിൽക്കുകയാണ്. ശ്രുതിയെയും നോക്കി നിൽക്കുകയാണ്. താലികെട്ട് നടക്കണമെങ്കിൽ താലി വേണ്ടേ ശ്രുതിയുടെ അമ്മ വന്നിട്ട് പറയാണ്, എടാ നീ എന്താടാ ഈ കാണിക്കുന്നത്, താലിങ്ങതാടാ. സച്ചി ചോദിക്കുകയാണ്, ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയാൽ നീ എന്ത് ചെയ്യൂടാ, നിൻ്റെ കല്യാണം നടക്കുമോ? അമ്മ, സച്ചി താലിങ്ങതാ, തരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവർ പിടിച്ചു പറിക്കുകയാണ്. സച്ചി, അടങ്ങി നിൽക്കേ. അപ്പോൾ രേവതി വന്നിട്ട് പറയാണ്, എന്താ ഈ കാണിക്കുന്നേ? രേവതി പറയാണ്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, താലി കൊടുക്ക്, കെട്ട് നടക്കട്ടെ. സച്ചി, എടാ ഈ താലി എടുത്തുകൊണ്ട് പോയി ഞാൻ ഓടിയാൽ നീ എൻ്റെ പുറകെ വന്ന് നിനക്ക് പിടിക്കാൻ പറ്റുമോ? നിനക്ക് വിവാഹം നടക്കാൻ പറ്റുമോ? അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം പിടിച്ചു. ശ്രുതി പറയാണ്, എടാ സച്ചി, കുറേ നേരം കൊണ്ട് ഞാൻ ക്ഷമിക്കുക, നിന്നെ ഞാൻ എന്ന് പറഞ്ഞവൻ എണീക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശ്രുതിയും പിടിച്ചു വെക്കുന്നു, അമ്മയും പിടിച്ച് അവനെ അവിടെ തന്നെ ഇരുത്തി. ശ്രുതി, മോനെ വേണ്ട, നീ അവിടെ ഇരിക്ക്. അമ്മ പറയാണ്, സ്വന്തം ഏട്ടൻ്റെ കല്യാണമാണ് നീ തടസ്സപ്പെടുത്തുന്നത്, നിനക്കൊന്നും മനസാക്ഷിയില്ലടാ. അപ്പം സച്ചി പറയാണ്, ഇവൻ്റെയും നിങ്ങളുടെയും അടുത്ത് എനിക്കതില്ല. സച്ചി, നിർത്ത്, മതി. അച്ഛാ, പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഇവർ രേവതിയോട് ക്ഷമ പറയണം. ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല, ഉറപ്പ്. ഈ താലിയുമായിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഏയ് വേണ്ട എന്ന് പറഞ്ഞ് രേവതി അവിടെ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തായി കാണിക്കുന്നേ? താലി കൊണ്ടാണോ കളിക്കുന്നേ? ദേവിയുടെ മുന്നിൽ വെച്ച് പൂജിച്ച താലിമാലയാ, പവിത്രമാണിത്. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ജീവിതാവസാനം വരെ കിടക്കേണ്ടതാ. അവളുടെ എല്ലാമാണത്. അതുകൊടുത്ത് ഓടും അത്രേ. എന്താ കുട്ടികളെ കളിക്കുക? രേവതി സച്ചിയോട് പറയാണ്. ഒരു പെണ്ണ് അവിടെ ഇരിക്കുന്നത്, അവളെ കരയിപ്പിക്കരുത്. നിന്നെ ഇവർ കരയിപ്പിച്ചല്ലോ, എനിക്കത് സഹിച്ചില്ല, അതാ. രേവതി പതിയെ പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ശാപം ഏറ്റുവാങ്ങരുത്. എനിക്ക് വേണ്ടി ഈ കല്യാണം മുടക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ലേ? അത് കേട്ടപ്പോൾ സച്ചിയുടെ മനസ്സലിഞ്ഞു. സച്ചി ആ മാല താലി എടുത്തെടുത്ത സ്ഥലത്ത് തന്നെ വെച്ചു. രേവതിക്ക് സന്തോഷമായി. അപ്പോൾ അച്ഛൻ അമ്മയോട് പറയാണ്, ചന്ദ്രയോട് പറയാണ്, രേവതി ഈ കല്യാണം മുടക്കുന്നു എന്നാണല്ലോ നീ പറഞ്ഞേ? കല്യാണം മുടക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ ഇവളിപ്പോൾ സച്ചിയോട് പറഞ്ഞ വാക്ക് നീ കേട്ടില്ലേ? രേവതിയെ നീ വേദനിപ്പിച്ചു, അവളെക്കുറിച്ച് പറഞ്ഞുവിടാൻ പാടില്ലാത്തതൊക്കെ നീ പറഞ്ഞു. എന്നിട്ടും രേവതി ഇവിടെ എല്ലാം ഭംഗിയായി നടക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതാ ആ കുട്ടിയുടെ ഗുണം, അവളുടെ നന്മ. അപ്പാച്ചമ്മ, അതാണ് നിനക്ക് മനസ്സിലാവാത്തതും. പ്രായം ഇത്രേ ആയില്ലേ ചന്ദ്രേ, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല, കഷ്ടം. അപ്പോൾ ഭാമ പറയാണ്, സമയം പോകുന്നു, മുഹൂർത്തം തെറ്റിക്കണ്ട, താലി കെട്ടിക്കോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയാണ്, സച്ചി നീ അത് വിട്, നമുക്കെല്ലാം പിന്നീട് സംസാരിക്കാം. ഇത് നമ്മുടെ ഒരു കുടുംബ വിഷയമാണ്, അതിന് ശ്രുതി എന്താ പിഴച്ചേ? കല്യാണം നടക്കട്ടെ. എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാനിത് വിട്ടു. സച്ചി, എന്ത് വേണമെങ്കിലും ചെയ്യ്, ഞാൻ പോവാ. രേവതിക്ക് സ്ഥാനമില്ലാത്തടത്ത് ഞാനും നിൽക്കുന്നില്ല, വാ എന്ന് പറഞ്ഞ് രേവതിയുടെ കൈ പിടിച്ച് അവൻ പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ, അവിടെ നിൽക്ക് സച്ചി, നീ എവിടെ പോവാ? ഈ കല്യാണത്തിന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരിക്കണം. രേവതി ഇവിടെ ഉണ്ടാവരുത് എന്നല്ലേ നിൻ്റെ അമ്മ പറഞ്ഞത്? ഇപ്പം ഞാൻ പറയുന്നു, രേവതിയും നീയും ഇവിടെ തന്നെ ഉണ്ടാവണം, മുന്നിൽ തന്നെ ഉണ്ടാവണം. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല് രണ്ടുപേരും. മോള് ചെല്ല്, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? സച്ചി നീയും ചെല്ല്. അങ്ങനെ രണ്ടുപേരും തിരിച്ചു വന്നു. തിരുമേനി എന്ത് ചെയ്യണമെന്ന് എൻ്റെ മരുമോളോട് പറയും, അവൾ ചെയ്തോളും. അവളെന്തിന് ചെയ്യണം? അപ്പം അച്ഛൻ ഇടപെട്ടു. മിണ്ടിപ്പോകരുത് നീ. അച്ഛമ്മ, മോളെ രേവതി നീ അടുത്തേക്ക് ചെല്ല്, നീ തന്നെ വേണം എല്ലാം മുന്നിൽ നിന്ന് നടത്താൻ. രേവതി സച്ചിയെ നോക്കിയപ്പോൾ സച്ചി പറയാണ്, എന്തിനാ എന്നെ നോക്കുന്നത്? അച്ഛമ്മ പറഞ്ഞില്ലേ, പറയുന്നത് കേട്ടില്ലേ, അതുപോലെ എല്ലാം ചെയ്യും. അപ്പോൾ പൂജാരി പറയാണ്, രേവതി ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ കല്യാണത്തിനും നീയാണ് മാല നൽകാറ്. നീ കെട്ടുന്ന മാല തന്നെ വേണമെന്ന് എല്ലാവരും നിർബന്ധം പിടിക്കാറുണ്ട്. നല്ല രാശിയുള്ളവളാണ് നീ. പിന്നെ നല്ല മനസ്സുള്ള നീ മുന്നിൽ നിന്ന് നടത്തിയാൽ വധുവരന്മാർക്ക് നല്ലതേ വരൂ. ഇവിടുത്തെ ദേവിയുടെ മകളല്ലേ നീ?
ചന്ദ്ര ഒഴികെ അവിടെ കേട്ടിരുന്ന എല്ലാവർക്കും സന്തോഷമായി അത് കേട്ടിട്ട്. ചന്ദ്ര പറയാണ്, താലികെട്ട് നടക്കട്ടെ, സമയമായി. അങ്ങനെ ആ താലികെട്ട് സന്തോഷകരമായി പിന്നെ കഴിഞ്ഞു. സീമന്തരേഖയിൽ സിന്ദൂരം തൊടിയിച്ചോളൂ. പിന്നെ എല്ലാം മുന്നിൽ നിന്ന് ചെയ്യുന്നത് രേവതിയാണ്. അപ്പോൾ ചന്ദ്ര ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലുമാണുള്ളത്. ഇനി പെണ്ണിൻ്റെ കൈ പിടിച്ചു കൊടുത്തോളൂ. അപ്പോൾ അവൻ്റെ അമ്മ പറയാണ്, തിരുമേനി അവളുടെ ബന്ധുക്കൾ ആരും വന്നിട്ടില്ല. എനിക്കങ്ങനെ ആരുമില്ല തിരുമേനി, എനിക്ക് ഞാനേ ഉള്ളൂ. അവൾ തന്നെ ആരുമില്ലാത്ത സ്ഥിതിക്ക് അവൾ തന്നെ അവന് കൈ കൊടുത്തു. അങ്ങനെ അവൻ കൈ പിടിച്ചു. അപ്പോൾ പൂജാരി പറയാണ്, ഇനി 2 പേരും 3 പ്രാവശ്യം വലയം വെച്ച് വന്നോളൂ. വലയം വെച്ചതിന് ശേഷം തിരുമേനി പറയാണ്, മുതിർന്നവരുടെ കാലിൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വന്നോളൂ. അച്ഛനോ അമ്മയോ അച്ഛമ്മയോ ഒക്കെ എല്ലാവരും അനുഗ്രഹിച്ച് നല്ലത് വരട്ടെ മോളെ, നല്ലത് വരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഘട്ടം അച്ഛൻ പറയാണ്, സച്ചി നീ ഇവർക്ക് കൈ കൊടുത്ത് ആശംസകൾ അർപ്പിക്കുമോ? ഞാൻ ആശംസിച്ചാൽ അവൻ നന്നാവുമോ? അവൻ്റെ ജീവിതത്തിൽ നല്ലത് നടക്കുമോ? ഇത്രയും കാലം അച്ഛൻ തലകുത്തി മറിഞ്ഞിട്ട് അവൻ നന്നായിട്ടില്ല. പിന്നെ അല്ലേ ആ പെണ്ണിനോട് വേണമെങ്കിൽ ഓൾ ദ ബെസ്റ്റ് പറയാം. അവൾ ഇവൻ്റെ കൂടെയല്ല ജീവിക്കാൻ വേണ്ടി പോകുന്നത്. കട്ടപ്പോക. അപ്പം അച്ഛൻ പറയാണ്, സച്ചി പറയുന്നതനുസരിക്ക്. ഓ. ഒടുവിൽ സച്ചി പോയി ശ്രുതിക്ക് കൈ കൊടുത്തു. എന്നിട്ട് പറയാണ്, ജീവിതം സന്തോഷകരമായി നടക്കട്ടെ, ആശംസകൾ. അപ്പോൾ ശ്രീകാന്ത് ഇടയിൽ കയറി ഫോട്ടോ എടുത്ത് ശ്രുതിയോട് പറയാണ്, ഇനിയെങ്കിലും നന്നാവടാ സഹോദര. അപ്പോൾ ശേഷം ശ്രുതിയോട്, ഓൾ ദ ബെസ്റ്റ് സഹോദരി. ശ്രുതി ക്ഷേത്രത്തിനെ വലയം വെച്ച ശേഷം തൊഴുത്ത് പ്രാർത്ഥിക്ക്. അച്ഛമ്മ പറയാണ്, രേവതി ഇവരെ കൂട്ടിയിട്ട് മോളെ. ആ ശരി അച്ഛമ്മേ. ചെല്ലു മോളെ, വാ. അച്ഛമ്മ, സദ്യ വിളമ്പാൻ തുടങ്ങി കാണുമല്ലോ അല്ലേ? തുടങ്ങി അച്ഛമ്മേ. എനിക്ക് വിശക്കുന്നു. ഇവൻ്റെ ഒരു കാര്യം തൊഴുതിന് ശേഷം കഴിക്കാം. സച്ചിയോടും രേവതിയോടും അച്ഛമ്മ പറയാണ്, 2 പേരും എന്താ പുറകെ നടക്കുന്നത്? നിങ്ങൾ 2 പേരും വേണ്ടേ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ? ഞങ്ങളെന്താ ടൂറിസ്റ്റ് ഗൈഡുകളാണോ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ? ശ്രീകോവിൽ എവിടെയാണെന്ന് ഇവർക്കറിയില്ലേ? അപ്പോൾ അച്ഛമ്മ പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ, വാ മോളെ. ശ്രുതിയും നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സച്ചിയും രേവതിയും അപ്പുറം നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല നിലയിൽ തന്നെ നടന്നു പോകുന്ന സമയത്ത് സച്ചി, അതായത് ശ്രുതി ഒന്നായി തിരിഞ്ഞു നോക്കി. അപ്പോൾ സച്ചി പറയാണ്, എടാ നീ എന്തിനാ എന്നെ തള്ളിയിടുന്നത്? നീ എന്നെ തട്ടിയിടാൻ വേണ്ടി നോക്കുവാണോ? നടക്കടാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നടക്കുകയാണ്. അതിനിടയിൽ ശ്രുതി ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ രേവതി പറയാണ്, എന്താ നോക്കുന്നത് പുറത്ത്? എന്തെങ്കിലും വേണോ? ഏയ് ഒന്നും വേണ്ട, ഞാൻ വെറുതെ നോക്കിയതാ. എല്ലാവരും നടന്നു പോകുമ്പോൾ ചന്ദ്രയും ഭാമയും ഒന്ന് വേക്കോട്ടടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ദേ നോക്ക്, ശ്രുതിയുടെയും കൂടെ തന്നെ നടത്തുക അവളെ. അമ്മ, ശ്രുതിയുടെ സ്റ്റാറ്റസിന് ചേർന്ന പെണ്ണാണോ രേവതി? രേവതിയെ തലയിൽ വെച്ച് ആട്ടുക അമ്മ. മറ്റുള്ളവരൊക്കെ അവർക്ക് കൂട്ടും. മെല്ലെ പറ, എല്ലാവരും ചേർന്ന് ഇപ്പം തന്നത് പോരെ നിനക്ക്? 2 മരുമക്കളെയും 2 കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെ ഉണ്ടാകാൻ പിന്നെ. ഇതിവിടം കൊണ്ട് തീരുന്നില്ല. 1 മരുമകൾ കൂടി വരാനുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇവരെയൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇനി വരാൻ പോകുന്ന മരുമകൾ ശ്രുതിയെ പോലെ വലിയ വീട്ടിലെ കുട്ടിയായിരിക്കും, നല്ല പണക്കാരിയായിരിക്കും. അപ്പോഴാണ് മണിയടിച്ചത്. അപ്പോൾ ചന്ദ്ര പറയാണ്, മണിശബ്ദം കേട്ടില്ലേ? പറഞ്ഞതുപോലെ സംഭവിക്കും. ഒരു ഗതിയില്ലാത്തവള് രേവതി മാത്ര, ദാരിദ്ര്യം പിടിച്ചവള്. അവൾ എത്ര കാലം എൻ്റെ വീട്ടിലുണ്ടാവും എന്ന് നോക്കാം. അച്ഛൻ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പറയാണ്, നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കും മക്കളെ. എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. രേവതിയോ സച്ചിയോ ഒക്കെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ശ്രുതിയുടെ കണ്ണ് മാത്രം പുറത്താണുള്ളത്. അവിടെ പ്രസാദമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയാണ്, രവിയേട്ട ഒരു 500 രൂപ എടുത്ത് ശ്രുതിക്ക് കൊടുക്ക്. ആ 500 രൂപ ശ്രുതി ദക്ഷിണയായി പൂജാരിക്ക് കൊടുത്തു. അപ്പോൾ പൂജാരി വിളിക്കുകയാണ്, രേവതി പ്രസാദം രേവതിക്ക് കൊടുത്തു. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എന്തിനാ തിരുമേനി രേവതിക്ക് പ്രസാദം കൊടുത്തത്? ഇവരുടെ കല്യാണം കഴിഞ്ഞത്, രേവതിക്ക് അതിൻ്റെ പ്രസാദം കൊടുത്തത്. അപ്പോൾ തിരുമേനി പറയാണ്, രേവതി ഈ ക്ഷേത്രത്തിലെ കുട്ടിയല്ലേ, ഇവിടെ ഇവൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. രേവതി ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ ഇവിടുത്തെ ദേവി കോപിക്കും. പ്രസാദം മാത്രമല്ല, പായസവും പാൽപ്പായസവും ഉണ്ണിയപ്പവും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് രേവതിക്ക് തരാൻ വേണ്ടി. ഇവളുടെ അമ്മ ലക്ഷ്മി ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കട തുടങ്ങുമ്പോൾ ഇവൾക്ക് പ്രായം 5 വയസ്സാ. അന്ന് മുതൽ ഈ ക്ഷേത്രത്തിലുണ്ട് രേവതി. വളർന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് രേവതിയാ. അപ്പം സച്ചി, അറിയാൻ തിരുമേനി, ഇവിടുത്തെ കല്യാണത്തിന് രേവതി കെട്ടുന്ന മാല തന്നെ എല്ലാവർക്കും വേണമല്ലേ?
പാവങ്ങളുടെ കല്യാണമാണെങ്കിൽ അതിനുള്ള മാല കെട്ടുന്ന കാശ് രേവതി വാങ്ങിക്കാറേയില്ല. അച്ഛൻ പറയാണ്, നല്ല മനസ്സാണ് രേവതിയുടെ. ഈ ഗുണങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണല്ലോ തിരുമേനി രേവതിയെ എൻ്റെ വീട്ടിലെ മരുമകളാക്കിയത്. അപ്പം അച്ഛമ്മ പറയാണ്, എൻ്റെ രേവതി മഹാലക്ഷ്മിയാ. അവൾ വന്നപ്പോഴാ എൻ്റെ വീട്ടിലൊക്കെ ഐശ്വര്യം വന്നത്. പൂജാരി, ചിലർ വിചാരിക്കുന്നത് പണമാണ് എല്ലാറ്റിലും നല്ലത് എന്നാ. എന്നാൽ അതല്ല. രേവതിയെപ്പോലൊരു പെൺകുട്ടി കൂടെയുണ്ടെങ്കിൽ എന്തിനാ പണം? സച്ചി 2 കൈയും ഒന്ന് തട്ടിയിട്ട് പറയാണ്, സച്ചി നീ ഭാഗ്യവാനാണ് മോനെ. അപ്പം അച്ഛൻ, സച്ചി മാത്രമല്ല, അവളെ മരുമകളായി കിട്ടിയ ഞങ്ങളും ഭാഗ്യവാന്മാരാ. വിവാഹം നല്ലോണം ഭംഗിയായി നടന്നു. ക്ഷേത്രത്തിലുള്ളവരെല്ലാം കൂടെ നിന്ന് വിവാഹം കൂടാൻ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. എന്താ കാരണം? നിങ്ങൾ രേവതിയുടെ കുടുംബക്കാരായതുകൊണ്ടുള്ള മര്യാദയാ. ആ മര്യാദയും സ്നേഹവും ബഹുമാനവും കാണിച്ചത് അവർ എല്ലാവരും. കേട്ടില്ലേ അച്ഛാ, രേവതിയുടെ ബഹുമാനവും സന്തോഷമൊക്കെയാണ് നമുക്ക് കിട്ടിയത്. എവിടെ പോയാലും രേവതിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നത് കേൾക്കുന്നുള്ളൂ. അച്ഛൻ കണ്ടെത്തിയ മരുമകളല്ലേ, അങ്ങനെയല്ലാതിരിക്കുമോ? സച്ചിവിനെ ഒന്ന് ആക്കി പറയാണ്. ഇപ്പം ചിലർക്കൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം ചന്ദ്രയ്ക്ക് മനസ്സിലായി എന്ന് ചന്ദ്ര പറയാണ് ശ്രുതിയോടായിട്ട്, വാ മക്കളെ നമുക്ക് പോകാം. അപ്പം അച്ഛൻ, എന്താ ചന്ദ്ര ഇത്ര ധൃതി? താങ്ങാനാവുന്നില്ല അച്ഛാ. അല്ല ചന്ദ്രേ, ഈ കാലിൻ്റെ വേദന ഉണ്ടല്ലോ, അത് കുറേ നേരം നിൽക്കുമ്പോൾ കൂടുമല്ലോ. ആ വേദന താങ്ങാൻ പറ്റില്ല എന്നാ സച്ചി ഉദ്ദേശിച്ച് അല്ലേ സച്ചി? അല്ലല്ല. അപ്പം ചന്ദ്ര, പോകാം മക്കളെ, ഭക്ഷണം കഴിക്കണ്ടേ, വാ. അപ്പം അച്ഛനും പറഞ്ഞു, ശരി തിരുമേനി. രേവതി തിരുമേനിയോടായിട്ട് പറയാണ്, പോകട്ടെ തിരുമേനി. ശരി ചെല്ല്, നിങ്ങൾക്ക് 2 പേർക്കും നല്ലതേ വരൂ. അമ്മ കൂടെയുണ്ട്. എന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇവിടെ കൊണ്ടുവന്നതിൽ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. ബോധം വന്നിട്ടില്ല. ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? തലയിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ട്, കുറച്ച് സീരിയസാ. ശരി ഡോക്ടർ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അറിയിക്കണം. ശരി. അങ്ങനെ പോലീസുകാർ പുറത്തിറങ്ങിയിട്ട് പറയാണ്, അയാളെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ഇല്ല സാർ. അയാളുടെ ID കാർഡൊന്നും പോക്കറ്റിലുണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഫോണാണെങ്കിൽ ആക്സിഡൻറ്റിൽ തകരാറിലുമായി. അതിൽ നിന്നും എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു പോലീസുകാരൻ പറയാണ്, എങ്ങനെയാണ് ആക്സിഡൻറ്റ് നടന്നത്? അറിയാം സാർ, ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തു നിന്ന് CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോലീസുകാരൻ ആ CCTV പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അടി നടന്നതും മറ്റൊരുത്തനുമായിട്ട് വണ്ടിയിൽ വന്നതും അവിടെ വണ്ടി നിർത്തി അടിയുണ്ടായതും ഒക്കെ പറയുന്നുണ്ട്. അയാൾ കാരണമാണോ ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? അല്ല സാർ, ആക്സിഡൻറ്റുമായിട്ട് അയാൾക്ക് ബന്ധമൊന്നുമില്ല. അയാളൊരു കാർ ഡ്രൈവറാണ്. അയാളുടെ കാറിലായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്നത്. പെട്ടെന്ന് കാർ നിർത്തി കാറിൽ നിന്നും ഇയാളെ പുറത്ത് വലിച്ചിറക്കി അടിയായിരുന്നു. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ ഓടിയതാ. ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വേറൊരു വാഹനം വന്ന് ഇടിച്ചതാ. അയാൾ ഓടിയത് കണ്ടപ്പോൾ സച്ചി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ വേറൊരു വാഹനം വന്ന് അയാൾക്ക് അടിക്കുകയായിരുന്നു. അയാളെ ഉപദ്രവിച്ച ആ ഡ്രൈവർ ആരാണെന്നറിയോ? ആ കാർ നമ്പർ വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഒരു ഫിനാൻസ് കമ്പനിയുടെ കാറ് വാടകയ്ക്ക് കൊടുത്തതാണ്. അയാൾ ആ കാറ് വാടകയ്ക്ക് ഓടിക്കുകയാണ്. അയാളുടെ പേര് സച്ചി എന്നാണ്. അങ്ങനെ സച്ചി വീണ്ടും ഒരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.